ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ തിരികെ ജയിലിലെത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച അവസാന ദിനം ഇന്ന്. പ്രതികൾ ഇന്ന് ജയിലിൽ തിരികെ എത്തിയേക്കുമെന്നാണ് വിവരം. കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇന്ന് തന്നെ പ്രതികൾ തിരികെ ജയിലിലെത്തുമെന്നാണോ വിവരം? ദിവ്യ, 11 പ്രതികളെയാണ് ഗുജറാത്ത് സർക്കാർ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ പുറത്തുവിട്ടത്. ഇതിനെതിരെ ബിൽക്കിസ് ബാനു നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇവരോട് തിരികെ കീഴടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്നാണ് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഇതിൽ സാവകാശം തേടിക്കൊണ്ട് പ്രതികൾ എത്തിയിരുന്നെങ്കിലും അതൊരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. മതിയായ കാരണങ്ങൾ ഒന്നും തന്നെ പ്രതികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പ്രതികൾ കീഴടങ്ങണമെന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. അവർ മുന്നോട്ട് വെച്ച കാരണങ്ങൾ പലതും ഇതായിരുന്നു. കാർഷിക വിളവെടുപ്പ് നടക്കുന്നതാണ്, പലർക്കും അസുഖമുണ്ട് തുടങ്ങിയ കാരണങ്ങളായിരുന്നു ഈ പ്രതികളെല്ലാം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നാണ് പ്രതികൾക്ക് നൽകിയ സമയപരിധി അവസാനിക്കുന്നത്. എല്ലാ പ്രതികളും ഇന്ന് തന്നെ ഗോദ്ര ജയിലിൽ കീഴടങ്ങുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പ്രതികൾ ചിലർ ഒളിവിൽ പോയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതെല്ലാം ഗുജറാത്ത് പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് തന്നെ ഈ പ്രതികളെല്ലാം കീഴടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. 11 പ്രതികളെയായിരുന്നു അന്ന് ഗുജറാത്ത് സർക്കാരിന്റെ ഇടപെടലിലൂടെ പുറത്തുവിട്ടത്. നല്ല നടപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗുജറാത്ത് സർക്കാർ നടപടി. ഇതിനെതിരെ ബിൽക്കിസ് ബാനുവും അതുപോലെ തന്നെ മഹുവ മൊയ്ത്ര, അതുപോലെ തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഗുജറാത്ത് സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. എങ്ങനെയാണ് ഗുജറാത്ത് സർക്കാരിന് ഈ പ്രതികളെ പുറത്തുവിടാൻ അധികാരം കിട്ടിയതെന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. തുടർന്നാണ് ഈ 11 പ്രതികളോടും എത്രയും 2 ആഴ്ചയ്ക്കുള്ളിൽ ജയിലിൽ വീണ്ടും കീഴടങ്ങണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി വയ്ക്കുകയും ആ ഒരു സമയപരിധി ഇന്ന് നിശ്ചയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ സമയപരിധി ഇന്ന് അവസാനിക്കും. എല്ലാ പ്രതികളും ഇന്ന് തന്നെ കീഴടങ്ങുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്.